ട്രേഡേഴ്സ് നമ്മുടെ ട്രേഡൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്ന് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം, കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മൊഹമ്മ ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ മൊഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് ബോട്ടിൽ പോവാം എങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ എഡിറ്റിംഗ് നമുക്ക് ബോട്ടിൽ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബോട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. ആരും ഇല്ല ബോട്ടിൽ. ഇവിടുന്ന് 16 രൂപയാണ് അങ്ങോട്ടേക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞത്. 1:15 ബോട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു മണി ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കയറി എൻട്രൻസ് എടുത്തിട്ടുണ്ട്. സ്റ്റാഫൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പം എടുക്കും എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു ക്ലൈമറ്റാണ്. ഞാൻ മഴയായിരിക്കും എന്ന് വിചാരിച്ചു. മഴയായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബോട്ട് യാത്ര ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 16 രൂപയാണ് ടിക്കറ്റ്. മൊഹമ്മയിൽ നിന്ന് കുമരകത്ത് വരെ ഒരു റൗണ്ട് ട്രിപ്പാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ലാപ്പ് എടുത്ത് ജസ്റ്റ് എഡിറ്റിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രേഡിംഗ് എന്നുള്ളൊരു ചെറിയൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ഫ്രം എനിവെയർ നോക്കി നമ്മൾ വർക്ക് ചെയ്യുന്ന ആംബിയൻസ് നോക്കിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബ്യൂട്ടിഫുള്ളായൊരു കാര്യം ഇതിനകത്തുണ്ട്. നമുക്ക് എവിടെ ഇരുന്ന് വേണം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് നമ്മളുടെ പ്രയോറിറ്റി വൈസ് നമ്മളുടെ സന്തോഷം കണ്ടെത്തി നമുക്ക് ജോലി എടുക്കാവുന്നതാണ്. സോ ഇതൊരു എക്സ്ട്രാ ഒരു സ്കില്ലായിട്ട് എല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളി ക്ലൈമറ്റായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ബോട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആളെ കയറ്റിയാൽ പോകണമെന്ന്. അങ്ങനെയല്ല, ഇവിടുന്ന് ഒറ്റ ട്രിപ്പാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആംബിയൻസ് ഏതായാലും കൊള്ളാം. ഏതായാലും നിങ്ങളൊന്ന് ട്രേഡ് നോക്കിയിട്ട് വാ. ട്രേഡേഴ്സ്, ഞാൻ മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോൾ ഓപ്ഷനാണ്. ചെറിയൊരു ബൈയിങ് സൈഡ് എൻട്രിയാണ് ഞാൻ നോക്കിയത്. വലിയൊരു മൊമെൻറ്റം നോക്കുന്നില്ല. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ക്യാൻഡലിൻ്റെ തന്നെ ലോയും ചെറിയൊരു സ്റ്റോപ്പ് ലോസും ആയിരിക്കും. നമ്മുടെ എൻട്രിയും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഇതാണ് നമ്മളുടെ ഈ ക്യാൻഡലിൻ്റെ ഹൈ എ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഈ ഒരു ഹാമറിൻ്റെ ഹൈ എ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ക്യാൻഡലിൻ്റെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും ആയിരിക്കും വയ്ക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ക്യാൻഡലിൻ്റെ ലോ എത്ര വരുമെന്നൊന്ന് നോക്കട്ടെ. ഒരു ഏകദേശം ഒരു 35 പോയിൻറ്റ്സിൻ്റെ അടുത്തേ നമ്മുടെ സ്റ്റോപ്പ് ലോസും വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോപ്പ് ലോസും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 55,600ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്ത് 120 ക്വാണ്ടിറ്റി. ആവറേജ് ഒരു ബൈയിങ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1044.67 നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് കിട്ടിയത്. ഇപ്പം ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ നമ്മൾ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റിലേക്കാണ് മാർക്കറ്റ് മൂവായി തുടങ്ങിയത്. ഏതായാലും നമുക്ക് റിസ്ക് എടുക്കണ്ട. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. നമ്മളുടെ 1044 കിട്ടിയത്. അപ്പം ചെറിയൊരു 16-17 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. 1027 10 ട്രിഗർ വന്നിട്ട് 1028 വച്ചേക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓർഡർ ബുക്ക് എടുത്തൊന്ന് കൺഫേം ചെയ്താൽ റൈറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ട്രേഡ് നോക്കാം. അല്ല ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം ക്ലോസ് ചെയ്തേക്കാം. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ മനഃപൂർവ്വം ഇടാഞ്ഞാണ്. കാരണം ലോസിൻ്റെ അല്ല ഞാൻ വീഡിയോ ഇടാഞ്ഞത്. നമ്മളുടെ ചില സമയത്ത് നമ്മളുടെ സൈക്കോളജി മോശമാവും എന്ന് പറയില്ലേ. കാരണം നമ്മളുടെ രാവിലെ എടുക്കുന്ന എൻട്രി പോർഷനിൽ ഞാൻ എൻട്രി എടുത്തു, അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെയും എഗെയിൻ താഴത്തോട്ട് വന്ന് മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ഒരു റീ എൻട്രി എടുത്തു, അതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്ക് ഇല്ലാത്ത രീതിയിൽ ഞാൻ ആ രണ്ടാമത്തെ ട്രേഡ് എടുത്തു. അപ്പം പിന്നെ ഞാൻ തന്നെ ലോജിക്ക് ഇല്ലാതെ എടുത്തിട്ട് വെറുതെ അത് വീഡിയോ ആയിട്ട് ഇടുന്ന കാര്യമില്ലോ. അപ്പം അതിനെ നമ്മൾ റിക്കവർ ചെയ്തു. രണ്ടാമത്തെ ലോസിനെ മേളിയും താഴത്തോട്ട് വന്ന് വീണ്ടും നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ എടുത്ത് ഞാൻ ട്രേഡ് എടുത്തു. ജസ്റ്റ് കോസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റ് ചെയ്തു. ഫസ്റ്റ് ട്രേഡിൻ്റെ ഒരു ലോസ്, ഒരു 3000 റുപ്പീസിൻ്റെ ഒരു ലോസ് ഞാൻ വച്ച് അതിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് ഇടാഞ്ഞതിന് മനഃപൂർവ്വം ഇടാഞ്ഞാണ്, വേറൊന്നുമല്ല. അത് നമ്മളുടെ സൈക്കോളജി, എൻ്റെ സൈക്കോളജി തന്നെ ശരിയാവാതെ ഞാൻ റാൻഡംലി കയറി എടുത്തൊരു ട്രേഡായിരുന്നു. അതിൻ്റെ അകത്ത് പിന്നെ ഞാൻ അങ്ങനെ ഇടുന്നത് ശരിയല്ലോ എന്ന് ഓർത്താൻ ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അതാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത്. അപ്പം അതായിരുന്നു ഇന്നലത്തെ ട്രേഡിൻ്റെ. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ട് വയ്ക്കുവാണെങ്കിൽ നമ്മളുടെ എൻട്രി പോയിന്റ് ഇതായിരുന്നു. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് നമുക്ക് വയ്ക്കാം. എന്നിട്ട് ടാർഗറ്റ് ഏരിയയുടെ അടുത്ത് എത്തുവാണെങ്കിൽ
നമ്മളുടെ ടാർഗറ്റ് ഏരിയ. ഇനിയിപ്പം ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ഇവിടുന്ന് എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം എന്ന്. ഇനി നമുക്കൊരു 4,000 rupees 120 ക്വാണ്ടിറ്റി എടുത്ത്, അപ്പോൾ ഓവറോൾ ഒരു 6,000 ആയിരിക്കും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 4,000 പ്ലസിന് മേളിൽ പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ഒന്ന് ട്രെയിൽ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ടെൻഷനില്ല. സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 pointsൻ്റെ ഒരു അഡീഷണലി കൊണ്ട് സ്റ്റോപ്പ് ലോസിനെ വയ്ക്കാം. അവിടുന്ന് മാർക്കറ്റ് പിന്നെ അവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ നമുക്ക് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു അപ്സൈഡ് മൗണ്ടൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മളുടെ ടാർഗറ്റിനെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വയ്ക്കാം. 1094 ആണ് നമ്മളുടെ ടാർഗറ്റ്. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ഞാൻ ടാർഗറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4,000 പ്ലസിൻ്റെ അടുത്ത് പ്രോഫിറ്റും കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്കിനി ടെൻഷനില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. സ്പോട്ടിൻ്റെ ചാർട്ട് വൈസ് ഇനിയിപ്പോൾ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളുടെ ടാർഗറ്റിലേക്ക് എത്താൻ. പക്ഷേ പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ വളരെ ക്ലോസ് ബൈ എത്തിയിട്ടുണ്ട്. സോ പ്രീമിയം വൈസാണ് നമ്മളെപ്പോഴും നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാറ്. 50 points സ്പോട്ടിൽ 100 points എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയത്തിൽ 50 pointsൻ്റെ ആണ് ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ ഒരു 4,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 6,000 പ്ലസ് ആണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ ഫൈൻ. അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം അവർ ടാർഗറ്റ് എന്നൊക്കെ പറയുന്ന ലൈനാണ്. നമ്മളുടെ ടാർഗറ്റ് ഏതായാലും ഇൻഡെക്റ്റ് ആണ് 1094. ഇപ്പോൾ ഒരു 84 ഒരു ജസ്റ്റ് ഒരു 10 pointsൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിക്കുന്നത്. റൈറ്റ്. ജസ്റ്റ് ഒരു 10 pointsൻ്റെയും കൂടെ ഒരു അപ്സൈഡ് മൊമെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. വെരി ക്ലോസ്. പിന്നെ നമ്മളുടെ ക്ലാസ്സിനെ പറ്റി ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൻ്റെ വേറൊന്നുമല്ല, അധികം ആരും ഇൻട്രസ്റ്റ് കാണിച്ച് കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ടൈം ഞാനും കൂടെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഒരു 6,000 അടുപ്പിച്ച് 5,900 6,000 അടുപ്പിച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മൾ ഒരു 120 ക്വാണ്ടിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് എടുത്തത്. ജസ്റ്റ് ഇതായിരുന്നു നമ്മളുടെ സ്പോട്ട് വൈസ്. ഇതുവരെ നമ്മളുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല. ഏതായാലും ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറയാം, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഒരു അപ്സൈഡ് വന്നപ്പോഴത്തേക്കും ഞാൻ റിവേഴ്സൽ അല്ല, അതൊരു റിവേഴ്സൽ ആയിരിക്കും, റിട്രേസ്മെൻ്റ് അല്ല എന്ന് വിചാരിച്ച് ഈ ഒരു ഹാമറിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഒരു 100 pointsൻ്റെ ഒരു ടാർഗറ്റും ആ ക്യാൻഡിലിൻ്റെ തന്നെ നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ തന്നെ ലോ സ്റ്റോപ്പ് ലോസും ആക്കിയാണ് വെച്ചത്. ജസ്റ്റ് ഒരു എത്ര സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഒരു 6,000ൻ്റെ പ്രോഫിറ്റ് 11-20 എടുത്തു. 11-30 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമ്മൾ ഓൾമോസ്റ്റ് കുമരകം എത്താറായിട്ടുണ്ട്. ഈ പള്ളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന ഒരു പ്രാവശ്യം ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ആ പള്ളിയുടെ ആ ഫ്രണ്ട് പോർഷൻ കണ്ടു, അല്ലെങ്കിൽ ബാക്ക് എന്ന് പറയാം. പള്ളിയല്ല, കുരിശടിയുടെ. ഇത് അന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞായിരുന്നു, ഇത് ആടുതോമയിൽ മോഹൻലാൽ വന്നിറങ്ങുന്ന പള്ളിയുടെ കുരിശടിയാണെന്നൊക്കെ. അപ്പോൾ അവിടുന്ന് ചെറിയൊരു ചാല് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആവാറായിട്ടുണ്ട്. 2 മണിക്ക് ഇവിടുന്ന് തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. ബോട്ട് അവർ എത്തി ആളെയൊക്കെ ഇറക്കി തിരിച്ച് ബോട്ട് തിരിക്കുന്നുണ്ട്. ഞാനും വിചാരിച്ചു എന്തിനാ ഇത്രയും സ്റ്റാഫ് എന്നൊക്കെ. ആക്ച്വലി ഇത്രയും സ്റ്റാഫ് വേണം ബോട്ടിനെ തിരിക്കാനൊക്കെ, ഈ ബോട്ടാണെങ്കിൽ. അല്ലെങ്കിൽ വേറെ ബോട്ടൊക്കെ ആണെങ്കിൽ ഇത്രയും സ്റ്റാഫിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. 5 പേരുണ്ടായിരുന്നു ആക്ച്വലി ഇതിൻ്റെ അകത്ത്.
ബോട്ട് തിരിച്ച് കുമരകത്തേക്ക് നമ്മുടെ കുമരകത്ത് നിന്ന് മുഹമ്മയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള തിരിച്ചുമുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടൊരു പള്ളിയാണ് കുമരകത്ത്, ജസ്റ്റ് ആ എൻട്രൻസിൻ്റെ അവിടെ കയറുമ്പോൾ. ഇവിടെ അടിപൊളിയായിരിക്കും. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, കുർബാനയും രാവിലത്തെ കുർബാനയും അല്ലെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ കാണാൻ എങ്ങനെ ഉണ്ടാവും. അടിപൊളിയായിരിക്കും. ഓക്കെ, ഫൈൻ.